പാമോലിൻ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ തൃശൂർ വിജിലൻസ് കോടതി. പാമോലിൻ ഇടപാടുകൾ സംബന്ധിച്ച ഫയൽ അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കണ്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നത് മന്ത്രിസഭയുടെ തീരുമാനമാണ്. അതിനാൽ ഉദ്യോഗസ്ഥരെ പഴിചാരാനാകില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത്. പാമോലിൻ കേസിൽ 3ഉം 4ഉം പ്രതികളായ ഉദ്യോഗസ്ഥരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള വിധി പ്രസ്താവത്തിലാണ് കോടതിയുടെ പരാമർശം. പാമോലിൻ കേസിൽ സാക്ഷി പട്ടികയിലുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഗൗരവമേറിയ പരാമർശമാണ് തൃശൂർ വിജിലൻസ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. പാമോലിൻ ഇടപാടുകളെക്കുറിച്ച് അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് അറിവുണ്ടായിരുന്നുവെന്നാണ് കോടതിയുടെ പരാമർശം. ധനമന്ത്രി ഫയൽ കാണണമെന്ന് അഡീഷണൽ സെക്രട്ടറി നോട്ട് എഴുതിയിരുന്നു. ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നത് മന്ത്രിസഭയുടെ തീരുമാനമാണ്. അതിനാൽ തന്നെ ഉദ്യോഗസ്ഥരെ ഇക്കാര്യത്തിൽ പഴിചാരാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയാണ് തൃശൂർ വിജിലൻസ് കോടതി മുൻ ചീഫ് സെക്രട്ടറി പത്മകുമാർ, അഡീഷണൽ സെക്രട്ടറി സക്കറിയ മാത്യു എന്നിവരെ കുറ്റവിമുക്തരാക്കിയത്. അവർക്ക് ഈ ക്രിമിനൽ കോൺസ്പിറസിയിൽ യാതൊരു പങ്കില്ല എന്നും അവർക്ക് ക്യാബിനറ്റ് എന്ത് ഡിസിഷൻ എടുത്താലും അത് അനുസരിക്കുക മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് അനുസരിക്കുകയല്ലാതെ വേറെ അവരുടെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചയോ കുറ്റകൃത്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കോടതി ഈ 2 പ്രതികളുടെയും ഡിസ്ചാർജ് പെറ്റീഷന് അലവ് ചെയ്തിട്ട് അവരെ നിരുപാധികം ഡിസ്ചാർജ് ചെയ്തിട്ടുള്ളതാണ്. പാമോലിൻ ഇടപാടിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന 2014 തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് രാഷ്ട്രീയ വിവാദമാവുകയും പിന്നീട് ജഡ്ജ് നടപടികളിൽ നിന്നും പിന്മാറുകയുമായിരുന്നു. തുടർന്നാണ് തൃശൂർ വിജിലൻസ് കോടതിയിലേക്ക് കേസ് മാറ്റുന്നത്. 1991-92 കാലയളവിൽ പാമോലിൻ ഇറക്കുമതിയിൽ സർക്കാരിന് കനത്ത നഷ്ടമുണ്ടായി എന്നാണ് കേസ്. മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ ഉൾപ്പെടെ 8 പേരാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. 2 പേർ കുറ്റവിമുക്തരായതോടെ അന്നത്തെ ഭക്ഷ്യമന്ത്രിയായിരുന്ന TH മുസ്തഫ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ MD ആയിരുന്ന ജിജി തോംസൺ എന്നിവരുൾപ്പെടെ ശേഷിക്കുന്നത് 5 പ്രതികളാണ്. കേസിന്റെ വിചാരണ നടപടികൾ അടുത്ത മാസം 29 മുതൽ തൃശൂർ വിജിലൻസ് കോടതിയിൽ ആരംഭിക്കും. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.